ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ ഏകാദശി വ്രതം. ഏകാദശി വ്രതം എന്ന വാക്കിൻ്റെ അർത്ഥം, ഏകാദശി എന്ന വാക്കിൻ്റെ അർത്ഥം 11ാം ദിനം എന്നാണ് ആചാര്യന്മാർ നമ്മളെ കൽപ്പിച്ചത്. ശുക്ലപക്ഷ ഏകാദശി, കൃഷ്ണപക്ഷ ഏകാദശി. ഗുരുവായൂർ ശുക്ലപക്ഷ ഏകാദശിക്കാണ് പ്രാധാന്യം. അതായത് കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന വെളുത്ത പക്ഷത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി 11ാം ദിനമാണ് പ്രിയപ്പെട്ടതായ ഗുരുവായൂർ ആരാധിക്കുന്ന ഏകാദശി. ദശമി ദിവസം മുതലാണ് ഏകാദശി വ്രതം തുടങ്ങേണ്ടത്. ദശമി ദിവസം നമ്മൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. ഒരു നേരം കഴിക്കുക, 3 നേരം കുളിക്കണം. നിർജ്ജലീകരണ ഏകാദശി എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പല്ല് തേക്കുക, വായ കഴുകുക മാത്രം ചെയ്യുക, കുളിക്കരുത്, വെള്ളം കുടിക്കരുത്. അത് അവരവരുടെ റെസിസ്റ്റൻസ് അനുസരിച്ച്, അവരുടെ ശേഷി അനുസരിച്ചാണ് നൊയമ്പെടുക്കേണ്ടതുള്ളത്. ഏകാദശി എന്ന് പറഞ്ഞാൽ ഒരിക്കലെടുക്കാമെന്നാണ് എല്ലാവരുടെ ഒരു ധാരണ. എന്നാൽ ഒരിക്കൽ പോലും ഭക്ഷണം കഴിക്കാതെ ആ ഭഗവാനെ ഭജിച്ചിരിക്കലാണ് സ്വർഗം പ്രാപ്തിക്ക് കാരണമാകുന്നത്. ആ ഭഗവാന്റെ ഭാഗവതം, ജ്ഞാനപ്പാന, നാരായണീയം ഇത്യാദികളൊക്കെ ചൊല്ലിയിരിക്കുക. ഒരു വിളക്ക് കത്തിച്ച് വിളക്കത്ത് ഭഗവാനായി സങ്കല്പിച്ച് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് ഏകാദശി വ്രതം. ഒരിക്കൽ പോലും ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇന്ന് ആ ഭഗവാന് നമ്മൾ ഏകാദശിക്ക് നിവേദ്യം കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതും തെറ്റാണ്. ഭഗവാനും ഒരിക്കലെടുക്കണം, ഭഗവാനും നോയമ്പെടുക്കണം, ഭക്തനും നോയമ്പെടുക്കണം. അപ്പോഴാണ് രണ്ടുപേരും ഒന്നാകുന്നത്. അതെന്തായിക്കോട്ടെ, അത് നടക്കുമോ നടക്കില്ല എന്ന് എനിക്കറിയില്ല. അതാണ് ശരിയായ രീതി. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഏകാദശി വ്രതം, ഗുരുവായൂർ കേശവനൊക്കെ ഏകാദശി ദിവസം തന്നെ മരിച്ചു എന്നാണ് പറയണത്. ഇപ്പോൾ ഒരു വ്യക്തി ശുക്ലപക്ഷത്തിൽ ഏകാദശി ദിവസമൊക്കെ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭൂലോക വൈകുണ്ഠ പ്രാപ്തി ലഭിച്ചു എന്നാണ് പറയുന്നത്. വെളുത്ത പക്ഷത്തിൽ മരിക്കുന്നത് തന്നെ സ്വർഗ ലോകപ്രാപ്തി എന്ന് പറയണത്. അപ്പോൾ അതിനൊക്കെ എന്ത് വേണം വെച്ചാൽ നിത്യനിദാന ജീവിതത്തിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ടും ഭഗവാന്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കലാണ് അതിൻ്റെയൊക്കെ ഒരു കാരണം ആവുന്നത്. നമ്മൾ നിത്യം നാരായണ ജപിച്ചാൽ മാത്രമേ മരിക്കുന്ന സമയത്ത് നമുക്ക് ആ നാരായണ ഓർമ്മ വരുള്ളൂ, നമുക്ക് ചൊല്ലാൻ പറ്റുള്ളൂ. ഗുരുവായൂർ ഏകാദശി ദിവസത്തിൻ്റെ ദശമി ദിവസം തുടങ്ങി ഏകാദശി ദിവസം നമ്മൾ ഒരിക്കൽ പോലും ഭക്ഷണം കഴിക്കാതെ ഭഗവാനെ ഭജിച്ചു ഇരിക്കുന്നതാണ് ഏകാദശി വ്രതം. ഏകാദശി ദിവസം നമ്മൾ പ്രത്യേകിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകാദശി വ്രതം എടുത്തുണ്ടാവും, മറ്റുള്ളവർ എടുത്തുണ്ടാവില്ല. അപ്പോൾ അവരുടേതായ കാര്യങ്ങൾ വേഗം എഴുന്നേറ്റ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടേതായ ആ ഈശ്വര ഭജന ക്രിയകളായിട്ട് മുന്നോട്ട് പോവുക. ദശമിയും ഏകാദശിയും ഒരു ദിവസം വന്നാൽ അത്
വർജ്യപ്പെടുത്തണം, വർജ്യം വരണം എന്ന് പറയുന്നത്. അത് എടുക്കരുതെന്നർത്ഥം, അത് എടുക്കാൻ പാടില്ല. ഏകാദശിയും ദശമിയും പുണ്യമത്രേ, അന്ന് നമ്മൾ അത് എടുക്കണം. അന്നാണ് നമ്മൾ ആ നൊയമ്പ് എടുക്കേണ്ടത്. ദശമിയും ഏകാദശിയും ഒരു ദിവസം വന്നാൽ എടുക്കരുത്. ഏകാദശിയും ദശമിയും ഒരു ദിവസം വന്നാൽ വളരെ ശ്രേഷ്ഠമത്രേ എന്നാണ് പറയണത്. അതുപോലെ തന്നെ ശുക്ലപക്ഷത്തിലെ ഏകാദശി പൂയം നാളും കൂടി വരികയാണെങ്കിൽ അതിവിശേഷമത്രേ. ഏകാദശിയും ദശമിയും ഒരുമിച്ച് വന്നാൽ പുണ്യം. അതുപോലെ തന്നെ ശുക്ലപക്ഷത്തിലെ ഏകാദശി ദിവസം പൂയം നക്ഷത്രം കൂടെ വന്നാൽ അതിവിശേഷം എന്ന് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. ഏകാദശിയും ദ്വാദശിയും ശ്രാവണ നക്ഷത്രത്തിൽ വരുന്നുവെങ്കിൽ അതിലേറെ വിശേഷം, ഭഗവാന്റെ അതിലേറെ വിശേഷപ്പെട്ട ദിവസം അത്രേ. അതിൻ്റെ മുന്നോടിയായി ദശമി ദിവസം മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി ചോരന്മാരും മദ്യപാനികളും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള സംസർഗം നിർത്തിവെച്ച് ഏകാദശി നോയമ്പ് എടുക്കണം. മത്സ്യമാംസാദികൾ ഒഴിവാക്കുക, മൈഥുനം ഒഴിവാക്കണം. അതേപോലെ തന്നെ ഏകാദശി 4 തരത്തിൽ വിശേഷാലുണ്ട്. എല്ലാ മാസത്തിലും ഏകാദശിക്ക് വിശേഷം തന്നെയാണ്, അതും പ്രസക്തമാണ്. എന്നിരുന്നാലും 4 ഏകാദശി വളരെ വിശേഷമത്രേ. ജയ അതിലൊന്നാണ് ജയ, രണ്ടാമത് വിജയ, മൂന്നാമത്തത് ജയന്തി, നാലാമത്തത് പാപനാശിനി ഏകാദശി എന്ന് പറയാം. ഇന്നേ ദിവസം നമ്മൾ നിർജ്ജലീകരണ ഇതാണ് എടുക്കുന്നതെങ്കിൽ, ഏകാദശിയാണ് എടുക്കുന്നതെങ്കിൽ ജലപാനം അരുത്, കുളിക്കുക പോലും ചെയ്യരുത്. ശുക്ലപക്ഷത്തിലെ ഏകാദശി പുനർവസു നക്ഷത്രത്തിൽ വന്നാൽ അത് ജയ ഏകാദശി എന്ന് പറയുന്നു. ശുക്ലപക്ഷത്തിലെ ഏകാദശി പുനർവസു നക്ഷത്രത്തിൽ വന്നാൽ അത് ജയ ഏകാദശി എന്ന് ആചാര്യന്മാരുടെ മതം. ശുക്ലപക്ഷത്തിലെ ദ്വാദശി അതുപോലെ തന്നെ ശ്രാവണ നക്ഷത്രമായി വന്നാൽ അതിനെ വിജയ ഏകാദശി എന്ന് പറയും. അതിവിശേഷമായിട്ടുള്ള ആ നക്ഷത്രങ്ങളും കൂടി ചേരുക, ദശമിയും ഏകാദശിയും ദ്വാദശിയും കൂടി ചേരുക, അങ്ങനെയുള്ള ഓരോന്നിൻ്റെ വിശേഷങ്ങളാണ് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ശുക്ലപക്ഷത്തിലെ ദ്വാദശി ശ്രാവണ നക്ഷത്രമായി വന്നാൽ വിജയ എന്ന് പറഞ്ഞു. ശുക്ലപക്ഷത്തിലെ ദ്വാദശി രോഹിണി നക്ഷത്രമായി വന്നാൽ അത് വിജയ ജയന്തി എന്ന ഏകാദശി മഹാത്മ്യമായി മാറും. അത്രയും വിശേഷമാണ്. അതൊക്കെ വന്ന് ചേരാൻ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ ഒരുമിച്ച് വന്ന് ചേരുക. അതുകൊണ്ടാണ് ഓരോ നക്ഷത്രങ്ങളും വന്ന് ചേരണതിൻ്റെ മഹത്വം പറയുന്നത്. അതേപോലെ തന്നെ പാപനാശിനി എന്ന് പറയുന്ന ഏകാദശിയുണ്ട്. അത് ശുക്ലപക്ഷത്തിലെ ദ്വാദശി പുഷ്യ നക്ഷത്രവുമായി വന്നു ചേർന്നാൽ അത് സർവത്ര മുൻജന്മ പാപങ്ങളും നശിക്കും. അത് നോക്കിയിരിക്കണം. പുഷ്യനക്ഷത്രങ്ങൾ എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഞാൻ മറ്റൊരു എപ്പിസോഡിൽ അതിനെപ്പറ്റിയൊക്കെ പറയാം. ഇത്തരത്തിൽ നമ്മൾ ഏകാദശി വ്രതം നോൽക്കുക. ദ്വാദശി ദിവസം പോയി ഭഗവാന്റെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലാവാം, ഒരു തീർത്ഥമെങ്കിലും സേവിക്കണം, അല്ലെങ്കിൽ ഒരു നിവേദ്യം എന്തെങ്കിലും ഒരു അരിമണിയെങ്കിലും കഴിക്കണം. എന്നിട്ട് നമ്മൾ
പഴങ്ങളും പച്ചക്കറികളൊക്കെ കഴിക്കുക ആദ്യം. കാരണം ഒരു ദിവസം നമ്മൾ 1.5 ദിവസം നൊയമ്പെടുത്തതിൻ്റെ പേരിൽ എരിവ് ചോറൊക്കെ കഴിച്ചാൽ ഡിസോർഡർ വയറ് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ പഴങ്ങൾ കൂടുതൽ കഴിക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ റെഗുലർ സാധാ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം. അതിന് ശേഷം സാധുക്കൾക്ക് നമ്മൾക്ക് നവരത്നങ്ങളെ സ്വർണങ്ങളൊക്കെ കൊടുക്കണം, ദാനം ചെയ്യണം എന്നൊക്കെയാണ് ഇത് എഴുതിക്കുന്നത്. പക്ഷെ അതൊന്നും ഇന്ന് കാലത്ത് നടപ്പിലാവില്ല. എന്ത് വേണമെന്നുണ്ടെങ്കിൽ സാധുക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യണം. പൈസ കൊടുക്കണ്ട. ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം യാചിച്ചു നടക്കുന്ന ആൾക്കാർക്ക് ചോറൊക്കെ ഉണ്ടാക്കി ഒരു പൊതിച്ചോറൊക്കെ ആക്കി 10 പേർക്ക് കൊണ്ടു കൊടുക്കുക. എന്നിട്ട് ഒരു ദാനം കൊടുക്കുക. ആ കൊടുക്കുന്നതോടൊപ്പം ഒരു പൈസ കൊടുക്കുക. അപ്പോൾ അത് ദാനമായി. പൈസയും ഭക്ഷണവും കൂടി നമ്മൾ ദാനം ചെയ്ത പുണ്യായി. ബ്രാഹ്മണന് കൊടുക്കാനാ പറയണം. ബ്രാഹ്മണൻ എന്ന് മനസ്സാ വാചാ കർമ്മണ ഹസ്താഭ്യാം പദ്ഭ്യം മുദ്രേണ എന്ന് പറയുന്ന പോലെ മനസ്സാ വാചാ കർമ്മണ ഇതി ബ്രാഹ്മണ. മനസ്സാ വാച കൊണ്ട് ഒരാളെ ഉപദ്രവിക്കാത്തവനാണ് ബ്രാഹ്മണൻ. ബ്രഹ്മജ്ഞാന ഇതി ബ്രാഹ്മണ. ബ്രഹ്മജ്ഞാനം ആര് നേടിയോ അവനാണ് ബ്രാഹ്മണൻ. അല്ലാതെ പൂണൂലിട്ടവനല്ല. അറിവിലൂടെ ഈശ്വരനെ അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ. അങ്ങനെയുള്ള ആചാര്യന്മാരെ കണ്ട് ഭക്ഷണങ്ങളും ദാനങ്ങളൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. ഏകാദശി വ്രതം ശ്രീ പരമേശ്വരൻ നാരദർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ ഗുരുവിൽ നിന്നുള്ള അറിവുകളും ഞാനിതിൽ ചേർത്താണ് നിങ്ങളുമായി സംവാദം ചെയ്തത്. ദ്വേഷിഷൂഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത എന്ന മന്ത്രം നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. നമുക്ക് വിളക്കിൻ്റെ ചുവടെ ഇരുന്ന് ചൊല്ലാൻ നമ്മുടെ വീട്ടിലെ മറ്റുള്ള സാഹചര്യങ്ങൾ സമ്മതിക്കുന്നില്ല എങ്കിൽ ആ അടുക്കളപ്പണികളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ദ്വേഷിഷുഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത എന്ന മന്ത്രം ഈ ഇണത്തിൽ തന്നെ ഉറക്കെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. വീട്ടിൽ അതിൻ്റെ ധ്വനികളൊക്കെ മുഴങ്ങട്ടെ. നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യപൂർത്തികളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അതോടൊപ്പം തന്നെ ഇതിലും വിശേഷമായിട്ട് ചെയ്യുന്നുണ്ട്. സ്നാനം ചെയ്യുമ്പോൾ എങ്ങനെ സ്നാനം ചെയ്യണം, അതായത് മുൻജന്മ ശാപങ്ങൾ തീരാൻ വേണ്ടി ഏകാദശി മുന്നോടിയായി പുറ്റുമണ്ണ് തേച്ച് കുളിക്കുന്ന മന്ത്രത്താലൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഇതിൽ പ്രതിപാദിച്ചിട്ടില്ല. സാധാരണക്കാരന് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫലവത്താണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് കുടുംബ പരദേവതയായിരിക്കുന്ന മഹാഭദ്രകാളി അമ്മയോടും ഗുരുവായൂരപ്പനോടും കൂടെ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.